1 യോഹന്നാൻ 5:14-15 അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന വാഗ്ദത്തമാണ് ഈ വാക്യങ്ങളിൽ ആവർത്തിച്ച് ഉറപ്പിക്കുന്നത്. ദൈവത്തെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് സങ്കീർത്തനത്തിൽ കാണാം. കേൾക്കാൻ ആരുമില്ലെങ്കിൽ സംസാരിക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നത് അവിടുന്ന് കേൾക്കുന്നു. നമ്മെ കേൾക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നു എന്നതിനാലാണ്. ദൈവത്തിന് നമ്മെ ശ്രദ്ധിക്കാൻ മനസ്സില്ലായിരുന്നു എങ്കിൽ നമ്മോട് പ്രാർത്ഥിക്കാനും കൽപ്പിക്കില്ലായിരുന്നു. ദൈവം അപേക്ഷ കേൾക്കുന്നു എന്ന് മാത്രം പറയാതെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാലെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് എന്ന് വ്യക്തം. ദൈവത്തിന് ഹിതകരമല്ലാത്ത വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോയിട്ട് ചിന്തിക്കാൻ കൂടെ പാടില്ല. എപ്പോഴും പിതാവിൻ്റെ ഹിതം ചെയ്ത യേശു ഈ ഭൂമിയിൽ പ്രാർത്ഥിച്ചതെല്ലാം പിതാവായ ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്തു. പ്രാർത്ഥനയിലും നമുക്ക് മാതൃക യേശു ആകയാൽ നാം യേശുവിനെ പോലെ ദൈവഹിതം ചെയ്യുന്നവരായിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവഹിതപ്രകാരം ജീവിതം നയിക്കുന്നവരുടെ പ്രാർത്ഥനകളും ദൈവഹിതപ്രകാരം തന്നെ ആയിരിക്കും. കാരണം ദൈവഹിതത്തിനനുസരിച്ചല്ലാതെ ചിന്തിക്കാനും സംസാരിക്കാനും അവർക്ക് ആകില്ല. നാം എന്തപേക്ഷിച്ചാലും ദൈവം അപേക്ഷ കേൾക്കുന്നു. ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരവും നൽകും. കേൾക്കാൻ കഴിയുന്ന ദൈവത്തോട് അപേക്ഷിച്ചാൽ അവിടുന്ന് സംസാരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മെ കാണുകയും അറിയുകയും മനസ്സറിയുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമ്മെ അറിയുകയും നാം ദൈവത്തെ അറിയുകയും ചെയ്യുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുകയും ചെയ്യുന്നു എന്നും അറിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.